നമസ്തേ ഡോക്ടറെ. നമസ്തേ. നമ്മുടെ ഓട്ടിസം കുട്ടികളുടെ പാരൻസിൻ്റെ ഇടയിലും അതല്ലാതെ നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഓട്ടിസം കുട്ടികളിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു കഴിവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അതിലെന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിലൊന്നാമത്തെ ഒരു കാര്യം എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, പല ആൾക്കാരുടെയും മനസ്സിൽ ഇപ്പം ഞാൻ പല മീറ്റിങ്ങുകളിൽ പോകുമ്പോഴും അവർ പറയണത് ശരിയാ ഡോക്ടറെ, നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാരണം ഞാൻ ഈ ഫീൽഡിലാണെന്ന് അറിയുമ്പോൾ അവർക്ക് ഭയങ്കര സഹതാപമാണ്. അപ്പോൾ ഈ സഹതാപം എന്താ വെച്ചാൽ, ഞാൻ ഒരു കുട്ടിയെ കണ്ടു, ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാതെ ഓട്ടിസ്റ്റിക്കാണ്. ഞാൻ ചോദിച്ചാൽ എങ്ങനെ മനസ്സിലായി ഓട്ടിക്ക്? അല്ല, മുഖമൊക്കെ ഇങ്ങനെ മാറ്റം ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു ചേഞ്ച്, ഒരു അനാട്ടമിക്കൽ ചേഞ്ച് ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൾക്കാരുടെ മനസ്സിലെ ധാരണ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ മെൻ്റലി റിട്ടാർഡഡ് അല്ലെങ്കിൽ MR ഉള്ള കുട്ടികളെയാണ് ഇവർ നോക്കിയിട്ട് പറയുന്നത് ഓട്ടിസ്റ്റിക് ആണെന്നുള്ളത്. ഓക്കെ, MR ഉള്ള കുട്ടികളെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അവർക്കൊരു ഒരു ഒരു ചേഞ്ച് എന്തായാലും ഫീൽ ചെയ്യും. പക്ഷെ അവരുടെ ബിഹേവിയറിൽ വലിയ മാറ്റം വരില്ല. പക്ഷേ ഓട്ടിസം എന്ന് പറയുന്നത് അവർക്ക് ബിഹേവിയർ ചേഞ്ചസും അവർക്കൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാതെയും അതുപോലെ ഐ കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു എസ്പെഷ്യലി നമുക്ക് കണ്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അത് പല പ്രമുഖ വ്യക്തികളും ഇതിനെക്കുറിച്ച് എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനുണ്ടായി. ഓട്ടിസത്തെ തരണം ചെയ്ത് ആ കുട്ടി ഒരു പാട്ട് പാടുന്നു. സത്യത്തിൽ ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ അത് MR ഉണ്ട്, ഓട്ടിസം ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ ആ കുട്ടിയുടെ മെയിൻ സ്ട്രീം MR ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, അതായത് നമുക്ക് ഈ സ്പെഷ്യൽ സ്കൂളിൽ ചെല്ലുമ്പോൾ കൂടുതലും കാണാൻ കഴിയുന്നത് മെൻ്റലി റിട്ടാർഡഡ് അല്ലെങ്കിൽ ആ മെൻ്റൽ റിട്ടാർഡേഷൻ എന്നൊരു അവസ്ഥ, ഇല്ലെങ്കിൽ CP സെറിബ്രൽ പാൾസി. ഈ രണ്ട് കേസിലും നമുക്ക് ഹിഡൻ ആയിട്ടുള്ള കഴിവിനെ കുറച്ചുകൂടെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. കാരണം ആയുർവേദത്തിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ധൃതി സ്മൃതി കോൺസെപ്റ്റ്. ഓട്ടിസത്തിൽ ധൃതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമുക്ക് ഇമ്പയർമെൻ്റ് ഉണ്ടാവുക. പക്ഷേ MRൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് ഇൻ്റലിജൻസ് ലെവലിലാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഇൻ്റലിജൻസ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ഇൻറ്റ്യൂട്ടീവ് പവർ കൂടും. ഈ ഇൻറ്റ്യൂട്ടീവ് പവർ കൊണ്ടാണ് അവർ കഴിവുകൾ കാണിക്കുന്നത്. പക്ഷേ അത് ഓട്ടിസം ഉള്ള കുട്ടിക്ക് ഇതിൻ്റെ കോർഡിനേഷൻ കറക്റ്റല്ല. ഇൻ്റലിജൻസിൻ്റെയും മെമ്മറിയുടെയും അത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അവർക്ക് അറിയാതെ വരുമ്പം അവർക്ക് ഇൻറ്റ്യൂട്ടീവ് പവർ കൂടാൻ സാധ്യത വളരെ കുറവാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ ഓട്ടിസം കുട്ടികളിലും ഹിഡൻ കഴിവുണ്ട് എന്നുള്ളൊരു ധാരണ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ഓട്ടിസം ട്രെയ്റ്റ്സ് ഉള്ള കുട്ടികൾക്ക് ഒരു 8-9 വയസ്സ് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് കൂടെ വരുമ്പോഴാണ് അവർക്കൊരു ഒബ്സസീവ്നെസ്, ഒരു കമ്പൾസീവ്നെസ് ഒക്കെ ഉണ്ടാവുക. അപ്പം ദയവ് ചെയ്ത് ഇത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നമുക്ക് കാണുമ്പോഴേ ഒരു MR കുട്ടിയെ കണ്ടിട്ട് ഓട്ടിസമാണത് എന്ന് നിർവചിക്കുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പേരൻസിനോടും നമുക്ക് കുട്ടികളുടെ കഴിവ് കണ്ടെത്താം, പക്ഷെ അത് എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമസ്തേ.